നമ്മുടെ ക്ലാസ് EMM ചാനലിലെ ഓണം സ്പെഷ്യൽ സീരീസിലെ പരിപ്പ് പായസം റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. പരിപ്പ് പായസം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ശർക്കര, കുറച്ച് നെയ്യ്, പിന്നെ ഞാനിവിടെ എടുക്കുന്നത് കടയിൽ നിന്നും വാങ്ങിക്കുന്ന കോക്കനട്ട് മിൽക്കാണ്. ഇതിനു പകരം നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കടയിൽ നിന്നും കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് പൗഡറോ ഉപയോഗിക്കാം. ഇതുകൂടാതെ ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉണക്കമുന്തിരിയും കാഷ്യൂവും കുറച്ച് ഏലക്ക കൂടി വേണം. ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായി വറുത്തെടുക്കാം. ചെറുപയർ പരിപ്പ് ഒന്ന് കളർ മാറി ഒരു നല്ല സ്മെല്ല് വരുന്നത് വരെ ഇങ്ങനെ വറുത്തെടുക്കണം. പരിപ്പ് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലെ 1/4 ഭാഗത്തോളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ വീണ്ടും നന്നായി വറുത്തെടുക്കണം. പായസം കഴിക്കുമ്പോൾ ചെറുതായൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ നന്നായി വറുത്തെടുക്കുന്നത്. പരിപ്പ് നന്നായി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി മാറ്റിവെക്കാം. നന്നായി തണുത്തതിന് ശേഷം 2-3 തവണ പരിപ്പ് നന്നായി കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തത്. ഇനി കുക്കർ അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഇത് നന്നായി വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 2 അച്ചു ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് ഉരുക്കിയെടുക്കുന്നുണ്ട്. ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും ഡാർക്ക് കളറുള്ള ശർക്കര എടുത്താലാണ് പായസത്തിന് നല്ല കളർ ലഭിക്കുന്നത്. ഞാനിവിടെ കുറച്ച് വലിയ ശർക്കര ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് 3 ചെറിയ ശർക്കര വേണമെങ്കിലും എടുക്കാം. ഇതോടൊപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതോടൊപ്പം തന്നെ ഒരു 4-5 ഏലക്ക കൂടി തൊലി കളഞ്ഞതിനു ശേഷം ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിനു പകരം നിങ്ങൾക്ക് ഏലക്ക പൊടി ഡയറക്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. ഇപ്പോൾ കുക്കറിന്റെ പ്രഷറെല്ലാം തന്നെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. പരിപ്പ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി ഉപയോഗിച്ച് ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനീയത്തിന്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടാക്കിയതിനു ശേഷം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഇതിനു പുറമെ 2 കപ്പിനടുത്ത് വെള്ളം ഇതിൽ ചേർക്കുന്നുണ്ട്. ഈ അളവിൽ വെള്ളം ചേർത്താൽ പായസം ഒരു മീഡിയം ലെവലിലുള്ള കുറുക്കമായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് അല്പം ലൂസായ പായസമാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. അതുപോലെ തന്നെ കട്ടിയുള്ളതാണ് വേണ്ടതെങ്കിൽ വെള്ളത്തിന്റെ അളവ് അല്പം കുറയ്ക്കാം. മറ്റൊരു കാര്യം നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പരിപ്പ് നന്നായി വെന്തതിനു ശേഷം മാത്രമേ ശർക്കര പാനീയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. ശർക്കര ചേർത്തതിനു ശേഷം പരിപ്പ് പിന്നീട് വേവില്ല. പരിപ്പും ശർക്കരയും നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഞാനിത് ഒരു നോൺ സ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പരന്ന പാത്രം ഉപയോഗിക്കുന്നത്. അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിള വന്നു തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കയും ചേർത്തിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഒന്ന് തിളച്ചു വരാനായി വെയിറ്റ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് തേങ്ങയുടെ കട്ടിയുള്ള പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ചേർക്കുന്നത്. പാൽ ഇതിലേക്ക് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഫ്ലെയിം ഞാൻ ആദ്യം ഓഫ് ചെയ്തത്. ഇനി നമുക്ക് വീണ്ടും ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയെടുത്ത തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തേങ്ങയുടെ 1-ാം പാലാണ് ഈ സമയം ചേർക്കേണ്ടത്. 2-ാം പാൽ പരിപ്പ് വേവിക്കുന്ന സമയം വെള്ളത്തിന് പകരം ഉപയോഗിക്കാം. ഇനി തുടർച്ചയായി ഒന്ന് ഇളക്കി കൊടുത്ത് പാലൊന്ന് തിളച്ചു വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കാഷ്യൂവും ഉണക്കമുന്തിരിയും കൂടി നമുക്കൊന്ന് വറുത്തു ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു ചെറിയ പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഒന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരി കൂടി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 10-15 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്കിത് ചെറു ചൂടോടെ സെർവ് ചെയ്യാം. നമ്മുടെ ഓണം സ്പെഷ്യൽ പരിപ്പ് പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. പാലൊന്നും തന്നെ പിഴിഞ്ഞെടുക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ കമന്റ്സ് ആയി അറിയിക്കൂ. നമുക്ക് മറ്റൊരു ഓണം സ്പെഷ്യൽ വിഭവവുമായി വീണ്ടും കാണാം.